നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് എക്സസൈസ് 3.7 ആണ് ചെയ്യുന്ന ലീനിയർ ഇക്വേഷനിൽ. അതിൽ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്നതിൽ ഓപ്ഷനിലായതുകൊണ്ട് ഇതിൽ ഞാൻ തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. A train covered a certain distance at a uniform speed. If the train would have been 10 km/h faster, it would have taken 2 hours less than the scheduled time. And if the train were slower by 10 km/h, it would have taken 3 hours more than the scheduled time. Find the distance covered by the train. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ നമ്മളിവിടെ ട്രെയിന് 10 km/h ഫാസ്റ്റർ ആണെങ്കിൽ 2 മണിക്കൂർ മുന്നേ എത്തും. അതുപോലെ ട്രെയിൻ സ്ലോ ആണെങ്കിൽ 3 മണിക്കൂർ ഡിലേ ആവും. അപ്പോൾ നമ്മളിവിടെ ആക്ച്വൽ സ്പീഡ് എന്തായിട്ട് എടുക്കുക? ലെറ്റ് ദ ആക്ച്വൽ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ബി എക്സ്. ലെറ്റ് ദ ആക്ച്വൽ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ബി എക്സ് km/h. അതുപോലെ പിന്നെ എന്താണ് ആക്ച്വൽ ടൈം? ആക്ച്വൽ ടൈം വൈ ആയിട്ട് എടുക്കുക. ആക്ച്വൽ ടൈം എന്ന് പറയുന്നത് വൈ. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള കണ്ടീഷൻ നോക്കാം. ഇഫ് ദ ട്രെയിൻ വുഡ് ഹാവ് ബീൻ 10 km/h ഫാസ്റ്റർ. അതായത് ട്രെയിനിന്റെ സ്പീഡ് നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് വൈ ആണ്. ഇവിടെ ട്രെയിനിന്റെ സ്പീഡ് 10 km/h ഫാസ്റ്റ് ആകുമ്പോൾ എന്താവും? ടൈം 2 മണിക്കൂർ മുന്നേ എത്തും. അപ്പോൾ അത് ലെസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ മൈനസ് ആയി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. അതുപോലെ പിന്നെ പറയുന്നത് 10 km/h സ്ലോ ആകുമ്പോൾ 3 മണിക്കൂർ കൂടുതൽ ടൈം എടുക്കും എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ഇക്വേഷൻ. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ ഷോർട്ട് ആക്കി കൊണ്ടുവരണം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എക്സ് വൈ ഈക്വൽ ടു, ഇതിനെ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ മൈനസ് 2x പ്ലസ് 10y മൈനസ് 20. അപ്പോൾ ഇവിടെ എക്സ് വൈ ക്യാൻസൽ ആയിപ്പോ. മൈനസ് 2x പ്ലസ് 10y ഈക്വൽ ടു 20. ഫസ്റ്റ് ഇക്വേഷൻ. അതുപോലെ ഇതിനെ എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 3x മൈനസ് 10y മൈനസ് 30. അപ്പോൾ ഇതിൽ നമുക്ക് 3x മൈനസ് 10y ഈക്വൽ ടു 30 എന്ന് കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ. ഇതിനെ സോൾവ് ചെയ്താൽ മതി. ഇതിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആക്ച്വൽ സ്പീഡ് എക്സ് ആയിട്ട് എടുത്ത് ആക്ച്വൽ ടൈം വൈ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്, അതായത് എക്സ് വൈ. അപ്പൊ ആദ്യത്തെ കണ്ടീഷനിൽ പറയുന്നത് 10 km ട്രെയിൻ ഫാസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഷെഡ്യൂൾ ടൈമിനേക്കാൾ മുന്നേ എത്തും. അപ്പൊ 2 മണിക്കൂർ മുന്നേ എത്തുന്നു. അതുകൊണ്ട് ലെസ്, അവിടെ ടൈം ലെസ് ആണ്. ആക്ച്വൽ ടൈം ആണ് നമ്മുടെ വൈ. അപ്പൊ എക്സ് പ്ലസ് 10 ഇൻറ്റു വൈ മൈനസ് 2 പിന്നെ ട്രെയിൻ സ്ലോ ആണ്. സ്ലോ ആകുമ്പോൾ ടൈം കൂടുതൽ എടുക്കും. അവിടെ 3 അവർ കൂടുതൽ എടുക്കുന്നു ആക്ച്വൽ ടൈമിനേക്കാൾ. അപ്പൊ അത് വൈ പ്ലസ് 3. അപ്പൊ ഇനി ഇതിനെ ഷോർട്ട് ആക്കി കൊണ്ടുവന്ന് നമുക്ക് 2 ഇക്വേഷൻ കിട്ടും. എന്നിട്ട് ഇതിനെ നമ്മൾ സാധാരണ സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്യുക. ഏത് മെത്തേഡ് വേണമെങ്കിലും സോൾവ് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂഷനോ എലിമിനേഷനോ ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ മൈനസ് 2x പ്ലസ് 10y 20 ആണ്. ഹോൾ ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് എക്സ് പ്ലസ് 5y ഈക്വൽ ടു 10 കിട്ടി. അതുപോലെ ഇതിൽ 3x മൈനസ് 10y ഈക്വൽ ടു 30 ആണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം എലിമിനേഷൻ മെത്തേഡ് ഡയറക്റ്റ് ചെയ്യാൻ കഴിയും. രണ്ടിലും 10y ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. മൈനസ് 2x പ്ലസ് 10y ഈക്വൽ ടു 20. ഇതിനെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ ഇത് ഇക്വേഷൻ 1 ഇക്വേഷൻ 2
ഇതിൽ രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുക. ഇക്വേഷൻ 1 + 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10y എലിമിനേറ്റ് ആയി പോകും. -2x + 3x എന്ന് പറയുന്നത് x. x = 50. x = 50 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. അപ്പോൾ -2 × 50 + 10y = 20. 10y = 20 + 100. -100 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +100. അപ്പോൾ 120. y = 120/10 = 12. y 12 x 15 കിട്ടി. നമുക്ക് ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഡിസ്റ്റൻസ് ലാസ്റ്റ് അത് എടുത്ത് എഴുതാൻ മറന്നുപോയി. ഡിസ്റ്റൻസ് x × y ആണ്. അപ്പോൾ x എന്ന് പറയുന്നത് ഇവിടെ 50 × 12 എത്രയാണ്? 600. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 600 കിലോമീറ്റർ കിട്ടും. ലാസ്റ്റ് മൾട്ടിപ്ലൈ നമ്മുടെ ഡിസ്റ്റൻസ് XY എടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സും വൈയും അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി അടുത്ത് അതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. 4th ക്വസ്റ്റ്യൻ. 4th ക്വസ്റ്റ്യന് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. അതായത് ഇവിടെ പറയുന്നത് ദ സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ആർ മെയ്ഡ് ടു സ്റ്റാൻഡ് ഇൻ റോസ്. If 3 rows are extra in a row, then there would be one row less. If 3 students are less in a row, there would be 2 rows more. Find the number of students in the class ആണ് കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം പറയുന്നത് നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് കാണേണ്ടത്. അപ്പോൾ ലെറ്റ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബി എക്സ്. ലെറ്റ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബി എക്സ് ആയിട്ട് എടുക്കുക. നേരത്തെ ട്രെയിൻഡ് ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി. സ്റ്റുഡൻസ് ബി എക്സ്. അതുപോലെ നമ്പർ ഓഫ് റോസ് എന്തായിട്ട് എടുക്കുക? വൈ ആയിട്ട് എടുക്കുക. നമ്പർ ഓഫ് റോസ് = വൈ. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് x × y ആയിരിക്കും. അതായത് ഒരു റോയില് എത്ര സ്റ്റുഡൻസ് ഉണ്ട് അതേ ഇൻറ്റു എത്ര റോ ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടും. അപ്പോൾ ഇവിടെ ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ 3 സ്റ്റുഡൻസ് ആർ എക്സ്ട്രാ ഇൻ എ റോ. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് XY ആണ്. അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്ത പോലെ XY ഇവിടെ ആദ്യം എന്ത് പറയുന്നത്? ഈ 3 സ്റ്റുഡൻസ് ആർ എക്സ്ട്രാ ഇൻ എ റോ. റോയിൽ 3 സ്റ്റുഡൻസ് കൂടുന്ന സമയത്ത് x + 3 എന്താവും? ഒരു റോ ലെസ്, 1 റോ ലെസ് എന്നാണ് പറയുന്നത്. അപ്പോൾ y - 1. അതുപോലെ XY = 3 സ്റ്റുഡൻസ് ആർ ലെസ് ഇൻ എ റോ ആവുമ്പോൾ നമുക്ക് ഒരു റോ 2 റോ കൂടുതലാവുന്നു. അപ്പോൾ ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് എഴുതുക. ആദ്യം പറയുന്നത് if 3 students are extra in a row, there would be 1 row less. 3 students extra in a row, 1 row less. And if 3 students are less in a row, 2 rows extra. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെ നമ്മൾ ഷോർട്ട് ആക്കി കൊണ്ടുവരും. XY = ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. XY - x + 3y - 3. അപ്പോൾ XY ക്യാൻസൽ ആയി. -x + 3y = 3. ഈ -3 ഇപ്പുറത്ത് വരുമ്പോൾ പോസിറ്റീവ്. അതുപോലെ അടുത്തതിൽ XY = XY + 2x - 3y - 6. അപ്പോൾ XY ക്യാൻസൽ ആയി. 2x - 3y = 6. അപ്പോൾ രണ്ട് ഇക്വേഷൻ വന്നു. -x + 3y = 3, 2x - 3y = 6. ഇതിൽ രണ്ടിലും 3y കോമൺ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് തന്നെ ചെയ്യാം. -x + 3y = 3, 2x - 3y = 6. അപ്പോൾ ഇത് 1 ഇത് 2. ഇപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് ഇക്വേഷൻ 1 + 2 എന്നാൽ മാത്രമേ y എലിമിനേറ്റ് ആയി പോവുള്ളൂ. -x + 2x എന്ന് പറയുന്നത് x + 3 9. സോറി 3 + 6 9. x 9 കിട്ടി. ഇനി അതിൽ y എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ -9 + 3y = 3. 3y = 3 + 9.
y ഈക്വൽ ടു 12/3 4 y 4 കിട്ടി x 9 കിട്ടി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്താണ്? xy. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈക്വൽ ടു 9 into 4 is equal to 36. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 36. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടത് കൊണ്ടാണ് ഓപ്ഷനിലുള്ള ക്വസ്റ്റ്യൻ ചെയ്തത്. ഇതിലൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാനും. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് സോൾവ് ദ ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ px plus qy. അതായത് ഫസ്റ്റ് px plus qy equal to p minus q. First equation. Second equation qx minus py. qx minus py equal to p plus q. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നും കോമൺ ആയിട്ടൊന്നുമില്ല. പിന്നെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ട് ഇക്വേഷനും മൾട്ടിപ്ലൈ ചെയ്തിട്ടെല്ലാം ചെയ്യണം. അതുകൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ 1 ഇത് 2. px is equal to p minus q minus qy plus qy ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി minus qy. x is equal to p minus q minus qy divided by p. Substitute in equation 2. 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? q ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ p മൈനസ് q മൈനസ് qy ഡിവൈഡ് ബൈ p മൈനസ് py ഈക്വൽ ടു p പ്ലസ് q. അതായത് എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. p മൈനസ് q മൈനസ് qy ബൈ p. നമ്പർ അല്ലാത്തത് കൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ പി ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പീനെ ഇതിനെ കൊണ്ട് ക്രോസ് ചെയ്തിട്ട് ഫുൾ ഹോൾ ഡിവൈഡ് ബൈ പി വരും. ആ പീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ആദ്യം ക്യൂ പി മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ക്യൂവിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യൂ ഇൻറ്റു പി ക്യൂ പി, ക്യൂ ഇൻറ്റു ക്യൂ ക്യൂ സ്ക്വയർ, ക്യൂ ഇൻറ്റു ക്യൂ വൈ ക്യൂ സ്ക്വയർ വൈ മൈനസ് ഇതിന് LCM പി ആണ്, പി സ്ക്വയർ വൈ ഹോൾ ഡിവൈഡ് ബൈ പി വരും ഈക്വൽ ടു പി പ്ലസ് ക്യൂ. ഇങ്ങനെയാണ് ഉള്ളത്. ഇതിനെ നമുക്ക് ഇനി ക്യൂ പി മൈനസ് ക്യൂ സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ വൈ മൈനസ് പി സ്ക്വയർ വൈ ഈക്വൽ ടു പി ഇൻറ്റു പി പ്ലസ് ക്യൂ വൈ. ഈ പി ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് ഇനി നമുക്ക് വൈ ഒരുമിച്ച് ചെയ്യുക, ഇതിനെ ഒരുമിച്ചാക്കാം. ഇതിലിപ്പോൾ രണ്ടിലും ക്യൂ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ക്യൂ പുറത്തേക്ക് എടുക്കുക. ക്യൂ പുറത്തേക്ക് പോയ പി, പി മൈനസ് ക്യൂ ആയി. ഇവിടെ നമുക്ക് അതുപോലെ മൈനസ് വൈ പുറത്തേക്ക് എടുക്കുക. മൈനസ് വൈ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ, ക്യൂ സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ആണ് വരുന്നത്. അതായത് ഇതിൽ രണ്ടിലും ക്യൂ ഉണ്ട്. ക്യൂ ഉള്ളത് കൊണ്ട് ക്യൂ പുറത്തേക്ക് എടുത്ത്, ക്യൂ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ ബാക്കി പി, ഇതിൽ ക്യൂ ആണുള്ളത്, പി മൈനസ് ക്യൂ. ഇതിൽ രണ്ടിലും മൈനസ് വൈ കോമൺ ആയിട്ടുണ്ട്, അതുകൊണ്ട് മൈനസ് വൈ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ ക്യൂ സ്ക്വയർ, ഇവിടെ പി സ്ക്വയർ. ഞാൻ ശരിയായ ഓർഡറിൽ എഴുതിയേ ഉള്ളൂ. ക്യൂ സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ഈക്വൽ ടു പി ഇൻറ്റു പി പ്ലസ് ക്യൂ. അപ്പം ഇങ്ങനെയാണ് ഉള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈ ആണ്. അപ്പം മൈനസ് വൈ ഇൻറ്റു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി ഇൻറ്റു പി പ്ലസ് ക്യൂ. ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ക്യൂ ഇൻറ്റു പി മൈനസ് ക്യൂ. അപ്പോൾ വൈ കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് അത് അവിടെ വെച്ച് ഇത് മൈനസ്, ഇത് ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ മൈനസ് 1. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. പി ഇൻറ്റു പി സ്ക്വയർ പ്ലസ് പി ക്യൂ മൈനസ് പി ക്യൂ പ്ലസ് ക്യൂ സ്ക്വയർ. അപ്പോൾ ഇവിടെ പി ക്യൂ ക്യാൻസൽ ആയി, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ വന്നു. മൈനസ് വൈ ഇൻറ്റു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആണ് കിട്ടുന്നത്. അപ്പോൾ വൈ ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് സൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വൈ എന്ന് പറയുന്നത് -1 കിട്ടും. വൈ -1 കിട്ടിക്കഴിഞ്ഞാൽ എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് ഇസ് ഈക്വൽ ടു ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പി മൈനസ് ക്യൂ ഇൻറ്റു -1 ഡിവൈഡ് ബൈ പി. ഇറ്റ് ഈസ് ഈക്വൽ ടു പി മൈനസ് ക്യൂ -1 എന്നുള്ളത് പ്ലസ് ക്യൂ ആയി ഡിവൈഡ് ബൈ പി. ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ക്യാൻസൽ ആയി പി ബൈ പി എന്ന് പറയുമ്പോൾ 1. അപ്പോൾ എക്സ് 1 കിട്ടി, വൈ -1. എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു -1. അപ്പോൾ അതുപോലെ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ